ഏജൻസികളുടെ ചൂഷണം അവസാനിപ്പിക്കാൻ കർഷകരിൽ നിന്നും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ട് നെല്ല് സംഭരിക്കണമെന്ന് സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ എംഎൽഎ. സ്വതന്ത്ര കർഷക സംഘം ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ അമ്പലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മില്ലുടമകൾ നെല്ല് സംഭരിച്ച് 1.5 മാസം പിന്നിട്ടിട്ടും ധനകാര്യ സ്ഥാപനങ്ങൾ കർഷകരിൽ നിന്നും PRS വാങ്ങുന്നതിന് പോലും നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് കുറുക്കോളി മൊയ്തീൻ എംഎൽഎ ആരോപിച്ചു. സമയബന്ധിതമായി കർഷകർക്ക് നെല്ലിന്റെ പണം ലഭിച്ചില്ലെങ്കിൽ ജില്ലയിൽ ഭക്ഷ്യോൽപാദനം തന്നെ അപകടത്തിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷിപ്പനി സ്ഥിരീകരിക്കാൻ ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന പശ്ചാത്തലത്തിൽ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ കുട്ടനാട്ടിൽ വൈറോളജി ലാബ് സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും എംഎൽഎ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെയും രാജ്യത്തിന്റെയും ചരിത്രത്തിൽ ഇതുപോലെ കഷ്ടപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിൽ പോലും നമുക്ക് വേദനയില്ല. അവിടെ നിന്നും പോലും നമുക്ക് ഉയർന്നേൽക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ സംഘടന നടത്തുന്നില്ല. എങ്കിൽ ഇത് എപ്പോഴാണ് നമുക്കറിയാം, കേരളം ഭരിക്കുന്ന പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ കീഴിലുള്ള കർഷക സംഘടനയ്ക്ക് ഇതിനൊന്നും താല്പര്യമില്ല. അവർക്ക് അവരുടെ ഭരണത്തെ പുകഴ്മ പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ പൊട്ടീസാക്കി നടത്താൻ മതി. ചന്ദ്രനൊപ്പം ഭവാൻ, സൂര്യനൊപ്പം ഭവാൻ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി നിർത്തരങ്ങൾ പാടി നടക്കുകയാണ് അവരുടെ കർഷക സംഘടന. അവിടെ അഖിലേന്ത്യാ സമ്മേളനം കോട്ടയത്തും സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിലും ചേർന്നു. കേരളത്തിലെ ഈ ദുരിതം, കർഷകരുടെ ദുരിതം ഒരു പ്രമേയത്തിൽ പോലും പരാമർശിക്കാൻ അവർ തയ്യാറില്ല. മോദിക്കെതിരെ കുറെ പ്രമേയങ്ങൾ പാസ്സാക്കി. വേണ്ടത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. മോദിയും പിണറായിയും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ് എന്ന വസ്തുത ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷി ബന്ധങ്ങൾക്കപ്പുറം മുഴുവൻ കർഷകന്മാർക്ക് തിരിച്ചറിയേണ്ടതില്ല. സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി കളത്തിൽ അബ്ദുള്ള മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് NA ജബ്ബാർ അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം C ശ്യാം സുന്ദർ, സംസ്ഥാന ഉപാധ്യക്ഷൻ KE അബ്ദുൾ റഹ്മാൻ, ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നസീർ, ജനറൽ സെക്രട്ടറി H ബഷീർകുട്ടി, നേതാക്കളായ കമാൽ M അക്കീൽ, മുഹമ്മദ് കൊച്ചുകളം, സ്വതന്ത്ര കർഷക സംഘം നേതാക്കൾ എന്നിവർ സംസാരിച്ചു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധികൾക്ക് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിൽ ബഹുജന ധർണ സംഘടിപ്പിച്ച് SUCI. ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നുകളും ഉപകരണങ്ങളും എത്തിക്കാനും ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കാനും സർക്കാർ തയ്യാറാകണമെന്നും നേതാക്കൾ. ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും ജീവൻ രക്ഷാ മരുന്നുകളും ഇല്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന സർക്കാർ ആശുപത്രികളുടെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ SUCI നേതൃത്വത്തിൽ ബഹുജന ധർണ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന സമരപരിപാടി SUCI കമ്മ്യൂണിസ്റ്റ് ജില്ലാ സെക്രട്ടറി S സീതിലാൽ ഉദ്ഘാടനം ചെയ്തു. ചികിത്സാരംഗം അപ്പാടെ സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. എന്താ പറയുന്നത്, അവിടെ പുനഃസംഘാടനം നടക്കുകയാണ്. പുനഃസംഘാടനം എന്ന് പറഞ്ഞാൽ എന്താണ്? റീസ്ട്രക്ചറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്വകാര്യ മുതലാളിമാർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ സ്ഥാപനത്തെ കെട്ടിമിനുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നത്. കോഴിക്കോട് IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനം ഒരു റിപ്പോർട്ട് കൊടുത്തു. KCBയിൽ ജീവനക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്, അതുകൊണ്ട് കുറയ്ക്കണം. എന്താണ് ഈ IIMകൾ ചെയ്യുന്നത്? എന്താണ്? സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടുകളാണ് അവർ ഉണ്ടാക്കി കൊടുക്കുന്നത് പല സ്ഥാപനങ്ങൾക്കും. കൊൽക്കത്ത IIMന്റെ പ്രൊഫസറാണ് സുശീൽ ഖന്ന. അയാളാണ് KSRTC സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തത്. ധർണാ സമരത്തിൽ SUCI അമ്പലപ്പുഴ വടക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR ശശി അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ S സൗഭാഗ്യകുമാരി, അഡ്വക്കേറ്റ് MA ബിന്ദു, NK ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. R അർജുനൻ, KJ ഷീല, KR ഓമനക്കുട്ടൻ, T മുരളി, T കോശി, PK ശശി, M മുരളി തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ചങ്ങനാശ്ശേരി അസംഷൻ ഓട്ടോണമസ് കോളേജിലെ ബിരുദദാന സമ്മേളനം പ്രൗഢഗംഭീരം. വിദ്യാഭ്യാസ മേഖലയിലെ അനന്ത സാധ്യതകൾ വിദ്യാർത്ഥികൾ കണ്ടെത്തണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ. Now from the extraordinary student known for her passion for learning. വിദ്യാഭ്യാസ മേഖലയിലെ അനന്ത സാധ്യതകൾ കണ്ടെത്തി വിദ്യാർത്ഥികൾ ജീവിത വിജയം നേടണമെന്നും സാമൂഹ്യ മാധ്യമങ്ങളെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി വിനിയോഗിക്കാൻ യുവസമൂഹത്തിന് കഴിയണമെന്നും ഡോക്ടർ CT അരവിന്ദകുമാർ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം ഒരു ടെർമിനോളജി GER, ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ.
എന്ന് പറഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് എത്ര ശതമാനം ആൾക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു റേഷ്യോ, ഒരു പെർസെൻറ്റേജാണ് GER. നമ്മുടെ ഇന്ത്യയിൽ അതിൻ്റെ നമ്പർ 27%. എന്ന് വെച്ചാൽ 27% ആൾക്കാരാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകുന്നത്. അതേസമയം നമ്മുടെ ലോകത്തിൻ്റെ മറ്റ് കണക്കുകളെടുത്താൽ ചൈന 50% മുകളിലാണ്, സൗത്ത് കൊറിയ 94%, മറ്റൊരു ഏഷ്യൻ കൺട്രിയാണ്. ഇന്തോനേഷ്യ 36%, മലേഷ്യ 45%. അസംഷൻ ഓട്ടോണമസ് കോളേജിലെ ഇൻഡോർ കോർട്ടിൽ നടന്ന സമ്മേളനത്തിൽ കോളേജ് മാനേജർ മോൺസിംഗൂർ ജെയിംസ് പാലിക്കൽ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA മുഖ്യപ്രഭാഷണം നടത്തി. നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം നമ്മുടെ മാനേജർ പറഞ്ഞു, VC പറഞ്ഞു, ജോലിക്ക് വേണ്ടി മാത്രമല്ല. ഒരു ജോലി സമ്പാദിക്കുക എന്നതല്ല വിദ്യാഭ്യാസത്തിൻ്റെ മുഖ്യമായ ഉദ്ദേശം. നമ്മളായി വളർത്തിയെടുക്കുന്ന, നമ്മളെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും അത് ഫേസ് ചെയ്യുവാൻ, ജീവിതത്തിൽ കൂടി സഞ്ചരിക്കുവാൻ, ഈ ലോകത്തിൽ കൂടി നടന്നു നീങ്ങുവാൻ നിങ്ങളെ കേപ്പബിളാക്കുന്ന, നിങ്ങളെ ക്രമപ്പെടുത്തുന്ന, നിങ്ങളെ ചിട്ടപ്പെടുത്തുന്ന ആ ഏറ്റവും വലിയ സംവിധാനമാണ് വിദ്യാഭ്യാസം. അല്ലാതെ നാളെ ഡോക്ടറാകണം, അല്ല എഞ്ചിനീയറാകണം, അല്ല സർക്കാർ ഉദ്യോഗസ്ഥയാകണം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ്സിലേക്ക് പോകണം, അല്ല മറ്റേതെങ്കിലും ജോലി നോക്കണം എന്ന് മാത്രമല്ല വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ തോമസ് പാറത്തറ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റാണി മരിയ തോമസ്, ജിന്നി മരിയ ബിജു എന്നിവർ സംസാരിച്ചു. വിവിധ UG പ്രോഗ്രാമുകൾ വിജയകരമായി പൂർത്തിയാക്കിയ 550ഓളം വിദ്യാർത്ഥികൾക്ക് സമ്മേളനത്തിൽ ബിരുദം സമ്മാനിച്ചു. ഹരിപ്പാട് CBC വാര്യർ ഫൗണ്ടേഷൻ അവാർഡ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന് നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 15-നാണ് അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും. അദ്ദേഹത്തിൻ്റെ CBC വാര്യരുടെ ചരമദിന ആചരണം വരുന്ന 15, 17 തീയതികളിലായിട്ട് ഹരിപ്പാട് വെച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരള നിയമസഭയിലെ പ്രഗത്ഭനായ സാമാജികനും കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ട്രേഡ് യൂണിയൻ നേതാവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സമുന്നതനായ നേതാവുമൊക്കെ ആയിരുന്ന CBC വാര്യരുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഫൗണ്ടേഷൻ എല്ലാ വർഷവും വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തികൾക്കും സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും CBC വാര്യർ ഫൗണ്ടേഷൻ്റെ പേരിലുള്ള അവാർഡുകൾ സമ്മാനിക്കാറുണ്ട്. ഇത്തവണ തിരഞ്ഞെടുത്തിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും മികച്ച സഹകരണ സ്ഥാപനമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. 15-ാം തീയതി രാവിലെ 10 മണിക്ക് ഹരിപ്പാട് S&S ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അനുസ്മരണ സമ്മേളനവും ഈ പുരസ്കാര സമർപ്പണവും നടക്കുന്നത്. ഈ വർഷം സഹകരണ മേഖലയെ പരിഗണിക്കാനാണ് ഫൗണ്ടേഷൻ തീരുമാനിച്ചത്. കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ ചെയർമാനും റിസർവ് ബാങ്കിന്റെ മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ രവീന്ദ്രൻ, മുൻ സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് PA ഉമ്മർ, KSDP ചെയർമാൻ CB ചന്ദ്രബാബു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള അവാർഡ് നിർണയ സമിതി ഐക്യകണ്ഠേനയാണ് ഊരാളുങ്കൽ സൊസൈറ്റിയെ അവാർഡിന് തെരഞ്ഞെടുത്തത്. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജൂൺ 15-ന് ഹരിപ്പാട് S&S ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന CBC അനുസ്മരണ ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. ഈ വർഷത്തെ CBC ചരമവാർഷികാചരണം CBC വാര്യർ സ്മൃതി 2024 ഹരിപ്പാട് വെച്ച് ജൂൺ 15, 17 തീയതികളിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ജൂൺ 15-ന് രാവിലെ 10-ന് S&S ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ സമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CS സുജാത ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രി G സുധാകരൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ CB ചന്ദ്രബാബു, M സത്യബാലൻ, G രവീന്ദ്രൻപിള്ള, C പ്രസാദ്, ഓമനക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. കരിമണൽ ഖനനത്തിനെതിരെ 2021 ജൂൺ 10-ന് തോട്ടപ്പള്ളിയിൽ ആരംഭിച്ച റിലേ സത്യാഗ്രഹം 3 വർഷങ്ങൾ പിന്നിട്ടു. ഖനനം ഇനി ആരംഭിച്ചാൽ 2ാം ഘട്ട ഖനന ബന്ധന സമരം ആരംഭിക്കുമെന്ന് സമരസമിതി നേതാക്കൾ. റിലേ സത്യാഗ്രഹ വേദിയിൽ സമിതിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന സമ്മേളനവും. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനന വിരുദ്ധ റിലേ സത്യാഗ്രഹ സമരം 4ാം വർഷത്തിലേക്ക് കടന്നു. 1ാം ദിവസം സത്യാഗ്രഹം അനുഷ്ഠിച്ചത് സമരസമിതി ചെയർമാൻ S സുരേഷ് കുമാർ ആയിരുന്നെങ്കിൽ 3ാം വാർഷികത്തിൽ സത്യാഗ്രഹ സമരം നടത്തിയത് C ഭാർഗവനായിരുന്നു. 3 വർഷത്തിനുള്ളിൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ സമരത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്.
രാഹുൽ ഗാന്ധി, ഡോക്ടർ PV രാജഗോപാൽ, VM സുധീരൻ, K സുധാകരൻ MP, KK രമ MLA, CR നീലകണ്ഠൻ തുടങ്ങിയവരെല്ലാം ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ഖനനം പൂർണ്ണമായി ഉപേക്ഷിച്ചുവെന്ന് പ്രഖ്യാപനം ഉണ്ടാകും വരെ റിലേ സത്യാഗ്രഹ സമരം തുടരുമെന്ന് സമിതി നേതാക്കൾ അറിയിച്ചു. ഇനി ഖനനം ആരംഭിച്ചാൽ ഖനന ബന്ധന സമരത്തിന് രൂപം കൊടുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. റിലേ സത്യാഗ്രഹ സമരത്തിൻ്റെ 3ാം വാർഷികവും ഖനന ബന്ധന സമരത്തിൻ്റെ പ്രഖ്യാപന സമ്മേളനവും ഒരേ വേദിയിൽ നടത്തി. സമ്മേളനം SUCI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി S. സീതിലാൽ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ സമരസമിതി ചെയർമാൻ S. സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ഈ കരിമണൽ കമ്പനികൾ കരുവൻ കണ്ണുകളുമായി എങ്ങനെ ഇത് വാരാം എന്നുള്ളത് അവർ വളരെ സാങ്കേതിക വിദ്യയോടുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകുന്ന ഒരു സുദിനത്തിലാണ്. ഇപ്പോൾ മണ്ണ് വാരാനായിട്ടൊരു കോൺട്രാക്ടറെ പിടിച്ചു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം പത്രക്കാരെ വിളിച്ച് ചോദിച്ചു പറഞ്ഞ് ആരും പിടിച്ചിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. 20 ലക്ഷം രൂപ അവർ സ്വന്തമായിട്ട് പൊടി മുറിച്ചതാണ്. ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല എന്നാണ്. പക്ഷെ പിടിച്ച ആള് ഒരു 3 ലോഡ് തെങ്ങും കുറ്റികൾ അവിടെ ഇറക്കിയിട്ടുണ്ട്. അതിനുള്ള സാമഗ്രികളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നു. ഇവിടെ ഒരു വർക്ക് ഓർഡർ കൊടുത്താൽ അന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലാണ് നിൽക്കുന്നത്. സമിതി രക്ഷാധികാരി R. പാർത്ഥസാരഥി വർമ്മ മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥിരമായി നിന്നെരിയുന്ന ഒരു പന്തം പോലെ ഈ തീരത്ത് നടക്കുന്ന ഈ സമരം ഇല്ലായിരുന്നുവെങ്കിൽ ഈ കരിമണലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു അഴിമതി പുറം ലോകം അറിയുമോ? അപ്പോൾ ഒരു സമരം ഒരിടത്ത് സദാ സത്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ സത്യത്തിന്റെ മുഖം അടയ്ക്കുക എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് പോലും സാധിക്കാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതുകൊണ്ടാണ് ഈ കരിമണൽ സമരം നിലകൊണ്ടതുകൊണ്ടാണ് കരിമണൽ ഒരു വിഷയമായത്. കരിമണൽ ഒരു വിഷയമായതുകൊണ്ടാണ് ഈ കരിമണലിൽ അന്തർഭവിച്ച കൊടിയ അഴിമതി ഒരു വിഷയമായത്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാർ ഈ കരിമണൽ ഖനനത്തിലൂടെ ഉണ്ടാക്കിയ അഴിമതി ഈ തെരഞ്ഞെടുപ്പിൽ പ്രഹരശേഷിയുള്ള രാഷ്ട്രീയ വിഷയമായത് അതുകൊണ്ടാണ്. നേതാക്കളും സമരസമിതി ഭാരവാഹികളുമായ S. മധു, B. ഭദ്രൻ, സൗഭാഗ്യകുമാരി, V. അനിൽകുമാർ, KJ ഷീല, PR സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും പെട്ട കാവാലം പഞ്ചായത്ത് 11ാം വാർഡിൽ വീടിന് മുകളിലേക്ക് കവുങ്ങ് വീണ് അപകടം. കുന്നമ്മ കിഴക്ക് 40 ചിറവീട്ടിൽ ബിജോയുടെ വീടിനാണ് നാശനഷ്ടം സംഭവിച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരം 5:30യോടെയായിരുന്നു വീടിന് മുകളിലേക്ക് സമീപത്ത് നിന്ന് കവുങ്ങ് പതിച്ചത്. കവുങ്ങ് പതിച്ചതോടെ വീടിന്റെ മേൽക്കൂര തകർന്നു. ഓടും കഴുക്കോലുമെല്ലാം പൊട്ടിയും ഒടിഞ്ഞും നിലം പതിച്ചു. ഈ സമയത്ത് ബിജോയുടെ ഭാര്യ സിന്ധുവും മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഓടിന്റെ കഷ്ണങ്ങൾ വീണ് കുട്ടികൾക്ക് തലയിലും കൈകാലുകളിലും മുറിവ് പറ്റിയിട്ടുണ്ട്. മരം വീണതിന്റെ ആഘാതത്തിൽ വീട്ടിലെ സീലിംഗ് ഫാൻ വരെ അടർന്നു വീഴുന്ന സ്ഥിതിയുണ്ടായി. എങ്കിലും വലിയ ദുരന്തം ഒഴിവായെന്ന് പറയാം. ഈ സമയത്ത് സിന്ധു അപകട വിവരം ആലപ്പുഴയിൽ ജോലിയിലായിരുന്ന ബിജോയിയെ വിളിച്ചറിയിച്ചു. തുടർന്ന് ബിജോയി പുളിങ്കുന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ അപകട സ്ഥലത്ത് എത്തുകയും ചെയ്തു. ബിജോയി എത്തുമ്പോഴും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി പോലീസ് അപകട സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. പരിക്കേറ്റ 8 വയസ്സുള്ള മകൾ ദിയ എന്ന കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. അതേസമയം ബിജോയിക്കും കുടുംബത്തിനും ഇപ്പോൾ അന്തി ഉറങ്ങാനും താമസിക്കാനും വീടില്ലാതായിരിക്കുകയാണ്. മേൽക്കൂര തകർന്നിരിക്കുന്നതിനാൽ മഴവെള്ളം അപ്പാടെ വീടിനുള്ളിലേക്ക് വീഴുന്ന സാഹചര്യമാണ് നിലവിൽ. സ്കൂൾ വാൻ കേസിൽ കുരുങ്ങിയതോടെ വിദ്യാർത്ഥികൾക്ക് ഓട്ടോ തന്നെ ആശ്രയം. പെരുന്ന വെസ്റ്റ് ഗവൺമെന്റ് UP സ്കൂളിലെ വാനാണ് സ്കൂൾ മുറ്റത്ത് കിടന്ന് തുരുമ്പെടുക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് രാത്രിയിൽ സാമൂഹിക വിരുദ്ധർ സ്കൂളിൽ കയറി വാൻ അടിച്ചു തകർത്തിരുന്നു. ഇതുമൂലം വാഹനത്തിന്റെ ഗ്ലാസ് പൊട്ടുകയും ബോഡിക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ 6 പേരെ പോലീസ് അറസ്റ്റും ചെയ്തു. എന്നാൽ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. കേസ് തീർപ്പാക്കാത്തതുകൊണ്ട് തൊണ്ടി മുതലായ സ്കൂൾ വാൻ പുറത്തിറക്കാൻ സാധിക്കുന്നില്ലെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ അധ്യാപകർ ഓട്ടോറിക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നതിനാൽ അധ്യാപകർ പിരിവെടുത്താണ് വിദ്യാർത്ഥികൾക്കായി ഓട്ടോ കൂലി നൽകുന്നത്. മാസം 10,000 രൂപ ഓട്ടോ കൂലി വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്കൂൾ വാൻ ഉള്ളപ്പോഴും ഡീസൽ അടിക്കുന്നതിനും ഡ്രൈവർക്ക് കൂലി കൊടുക്കുന്നതിനും അധ്യാപകർ പിരിവിട്ടിരുന്നു. വാഹന ഫീസിനായി കുട്ടികളെ നിർബന്ധിക്കാറില്ലെന്നും അധ്യാപകർ പറയുന്നു. നഗരസഭയുടെ 2015-16 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂളിന് വാൻ ലഭ്യമാക്കിയത്. വണ്ടി വാർഷിക അറ്റകുറ്റപ്പണിക്കായി കയറ്റാനിരിക്കുമ്പോഴായിരുന്നു സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. പ്രശ്നങ്ങൾ പരിഹരിച്ച് ഉടനെ സ്കൂൾ വാനിൽ കയറാമെന്നാണ് കുട്ടികളുടെ പ്രതീക്ഷ. പ്രശ്നങ്ങൾ തീർന്നാൽ സ്പോൺസർഷിപ്പിലൂടെ വാൻ നന്നാക്കുവാനും കുട്ടികളുടെ യാത്രാക്കൂലി കണ്ടെത്തുവാനുമുള്ള പരിശ്രമത്തിലാണ് അധ്യാപകർ.
അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിച്ച ആലപ്പുഴ ലിയോ 13 LP നഴ്സറി സ്കൂൾ പ്രവർത്തന സജ്ജം. ജൂൺ 12-ന് കുഞ്ഞുമക്കൾക്കായി സ്കൂൾ തുറന്നുകൊടുക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഴ്സറിയിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഏറ്റവും മികച്ച ഒരു പഠന നിലവാരവും അതോടൊപ്പം തന്നെ അവരുടെ മാനസിക ഉല്ലാസത്തിന് ഉതകുന്ന തരത്തിൽ സ്കൂൾ ക്യാമ്പസും സ്കൂൾ ക്ലാസ് മുറികളും സജ്ജീകരിക്കുക എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ രൂപതയുടെ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആലപ്പി ഡയോസിസ് അഥവാ ബീഡ് എന്ന വിദ്യാഭ്യാസ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന സമിതി സ്കൂളിൻ്റെ ഈ LP പ്രീ പ്രൈമറി വിഭാഗം ഏറ്റെടുത്ത് അതിനെ ഒന്ന് നവീകരിക്കുന്ന പദ്ധതി നടപ്പിലാക്കി ഇരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ ഹാളുകൾ ചുമരുകൾ മുഴുവൻ കുട്ടികളുടെ മാനസികമായിട്ടുള്ള സന്തോഷത്തിന് ഉതകുന്ന തരത്തിൽ മനോഹരമായ ചിത്രങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓരോ ക്ലാസ് മുറികളും സെപ്പറേറ്റ് ചെയ്ത് അതിലൊക്കെ നമ്മൾ ഡിജിറ്റൽ ബോർഡുകളും അതോടൊപ്പം കുട്ടികളുടെ ഇൻ്ററാക്റ്റീവ് ബോർഡ് കുട്ടികൾക്ക് ഉതകുന്ന തരത്തിലുള്ള ഇൻ്ററാക്റ്റീവ് ബോർഡുകളൊക്കെ സജ്ജീകരിച്ച് അവർക്ക് ഏറ്റവും മാനസിക ഉല്ലാസത്തിന് ഉതകുന്ന തരത്തിൽ ഏറ്റവും ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലാസ് റൂം സജ്ജീകരിച്ചിരിക്കുകയാണ്. ആലപ്പുഴ രൂപത കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള 23 എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഏറെ പ്രവർത്തന പാരമ്പര്യമുള്ള വിദ്യാലയമാണ് ആലപ്പുഴ കോൺവെന്റ് സ്ക്വയറിലുള്ള ലിയോ 13 LP സ്കൂൾ. 600ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ നഴ്സറി വിഭാഗത്തിലെ ക്ലാസ് മുറികൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇപ്പോൾ പുനർനിർമ്മിച്ചിരിക്കുകയാണ്. ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആലപ്പുഴ ഡയോസിസിൻ്റെ വാർഷിക ബജറ്റിൽ ഉൾപ്പെടുത്തിയായിരുന്നു നവീകരണ പ്രവർത്തനങ്ങൾ. ജൂൺ 12 ബുധനാഴ്ച ആലപ്പുഴ രൂപത അധ്യക്ഷൻ റവറൻ ഡോക്ടർ ജെയിംസ് റാഫേൽ അനാപറമ്പിൽ നവീകരിച്ച നഴ്സറി സ്കൂൾ കുരുന്നുകൾക്കായി തുറന്നുകൊടുക്കും. ഇതിന്റെ ഭാഗമായി ചേർന്ന സമ്മേളനത്തിൽ ആലപ്പുഴ രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ നെൽസൺ തൈപ്പറമ്പിൽ അധ്യക്ഷനായിരിക്കും. ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ കൺവീനർ ഫാദർ യേശുദാസ് കാട്ടുങ്കൽക്കയിൽ മുഖ്യപ്രഭാഷണം നടത്തും. വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് റീഗോ രാജു, PTA വൈസ് പ്രസിഡന്റ് ഹനീഷ് എന്നിവർ സംസാരിക്കും. തലവടി സൗത്ത് MD LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ സമ്മാനിച്ച് സാമൂഹിക പ്രവർത്തകൻ കൊല്ലഞ്ചിറ ജോർജ് സക്കറിയ. സ്കൂളിൽ നടന്ന വിതരണ പരിപാടി തലവടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഈ വിദ്യാലയം നിറഞ്ഞ കുട്ടികളുണ്ടായെങ്കിൽ മാത്രമേ ഇവിടെ ടീച്ചേഴ്സിന് പ്രത്യേക മാനേജ്മെന്റിന്റെ അല്ല താല്പര്യമല്ല പറഞ്ഞ് നമുക്ക് കൂടുതൽ അനുഗ്രഹമായി തീരും. നമ്മളെ മാനേജർ തിരുവനി ഇവിടെ വന്നൊന്ന് കണ്ടതേ ഉള്ളൂ. സ്കൂളിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ആവശ്യപ്പെട്ടതുള്ളത് ഇനിയും ചെയ്യാനും തയ്യാറാണ്. ഇവിടെ മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ ഈ സ്കൂളിനെ കരുതുമ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള നിങ്ങൾ ഓരോരുത്തരും കരുതി നിങ്ങളുടെ അയൽവക്കത്തുള്ള കുട്ടികളെ കൂടെ അടുത്ത പ്രാവശ്യം ഇവിടെ ചേർക്കാനുള്ള ഇടപെടൽ നടത്തുകയും അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് ഈ സ്കൂളിൽ കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. തലവടി സൗത്ത് MD LP സ്കൂളിൽ ചൊവ്വാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ഫാദർ CV ഉമ്മൻ അധ്യക്ഷത വഹിച്ചു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്തും പൊതുപ്രവർത്തകൻ ജോർജ് സക്കറിയയും ചേർന്ന് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഹെഡ്മാസ്റ്റർ B ഷിബു, സെന്റ് തോമസ് മാർത്തോമ ചർച്ച് സൺഡേ സ്കൂൾ ട്രഷറർ ജയമോൾ വർഗീസ്, VP മാത്യു, അധ്യാപകരായ കബീല, സിന്ധു, പൗർണമി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹൈസ്കൂളിൽ UPST, HST ഇംഗ്ലീഷ് വിഭാഗങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്കായി ജൂൺ 13 രാവിലെ 11:30 അഭിമുഖം നടത്തുന്നു. UPST വിഭാഗത്തിലേക്ക് 1 മാസത്തേക്കാണ് ഒഴിവ്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുമായി സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിനെത്തുക. കേട്ടേറ്റ് അഭികാമ്യം. കോട്ടയം ജില്ലയിലെ സർക്കാർ ഹോമിയോ ആശുപത്രികളിൽ നിലവിലുള്ളതും ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ നഴ്സ് തസ്തികയിലെ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായി ജൂൺ 14 രാവിലെ 10:30 കോട്ടയം നാഗമ്പടം ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വെച്ച് വാക്ക്-ഇൻ ഇൻ്റർവ്യൂ നടത്തും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകൾ സഹിതം ഹാജരാകേണ്ടതാണ്. പ്രായപരിധി 40 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് 0481 2583 516 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേന്ദ്ര സംസ്ഥാന കൃഷി വകുപ്പുകൾ നടപ്പാക്കുന്ന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിലേക്കുള്ള അപേക്ഷ
ജൂൺ 30 വരെ നൽകാം. കർഷകർക്ക് നേരിട്ടും അക്ഷയ CSCകൾ വഴിയും ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. വിളകൾക്ക് വായ്പ എടുത്ത കർഷകർക്ക് ബാങ്കുകൾ വഴിയും പദ്ധതിയിൽ ചേരാം. ആധാറിന്റെ പകർപ്പ്, കരവടച്ച രസീതിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, പാട്ടത്തിന് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പാട്ടക്കരാറിന്റെ പകർപ്പ് എന്നിവ നൽകണം. കർഷകർക്ക് വ്യക്തിഗത നഷ്ടത്തിനും കാലാവസ്ഥാ ഡേറ്റയുടെ അടിസ്ഥാനത്തിലുള്ള നഷ്ടത്തിനും അർഹതയുണ്ട്. ഓരോ വിളയുടെയും പ്രീമിയം തുകയും ഇൻഷുറൻസ് തുകയും വ്യത്യസ്തമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9641623338 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6575 രൂപ, പവന് 52,600 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.